നമ്മളിരുമ്പോൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്നുള്ളത്, മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും. അതിനൊക്കെ ഡിഫറൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിങ്ങനെ ഓട്ടോമേഷൻ ടെസ്റ്റർ ആകാതെ നോക്കാൻ പോകുന്നത്. കാരണം മാനുവൽ ടെസ്റ്റിംഗിന് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെങ്കിൽ പഠിച്ചതുപോലെ ടെക്നിക്കൽ ടൂൾസിനെ കുറിച്ചുള്ള നോളജ് വേണ്ട, മറിച്ച് ലോജിക്കലായിട്ടുള്ള നോളജ് മാത്രം മതി. എന്നാൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് അങ്ങനെയല്ല. ടെസ്റ്റിന് ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരുപാട് പ്രോസസ്സുണ്ട്, ഒരുപാട് ടൂൾസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ടൂൾസിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. സോ ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിദ്. ഈ ചാനൽ നമ്മൾ ഡേറ്റാ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഫൈനാൻസ്, ടെക്നോളജി, പ്രോഗ്രാമിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് എന്നീ ടോപ്പിക്കിനെ കുറിച്ചുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഈ ചാനലിന്റെ എയിം ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് എന്നവർക്കും ഒരു കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ വൺസ് അഗൈൻ ഐ എം സാഹിദ്. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് ഡിയർ ലേണിംഗ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ്, സർവീസ് അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷനോ മൊബൈൽ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മളൊരു ക്ലയന്റ് റിക്വയർമെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ക്ലയന്റ്സും റിക്വയർമെന്റ്സ് ഒക്കെ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതിൽ ബഗ് എന്തെങ്കിലും ഉണ്ടോ, ബഗ് ഫ്രീ പ്രോഡക്റ്റ് ആണോ, യൂസർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും എന്താണ് യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഫേസ്ബുക്കിൽ യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, നിങ്ങളൊരു ഫ്രണ്ടിന് റിക്വസ്റ്റ് അയച്ചു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ പരിചയമുള്ള ഫോളോ ചെയ്യാൻ ഫോളോ ബട്ടണിൽ പ്രസ് ചെയ്തു. ആ സമയത്ത് ആ ഫോളോ ബട്ടൺ കൃത്യമായിട്ട് വർക്ക് ആയില്ല. അതെന്താണ്? ആ പ്രൊഡക്റ്റിലൊരു എററാണ്. അപ്പൊ ഇതുപോലെ മൾട്ടിപ്പിൾ എറേഴ്സ് ആ പ്രോഗ്രാമിൽ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിന് എറർ വരാനുള്ള കാരണം എന്താണ്? കാരണം ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഡെവലപ്പേഴ്സ് ആണ്. ഡെവലപ്പറിന്റെ ജോലി എന്ന് പറയുന്നത് അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഡെവലപ്പറിന് ശേഷം അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, അത് പറഞ്ഞതുപോലെയാണോ ഫംഗ്ഷൻ വർക്ക്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ ഫോളോ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ ബട്ടൺ ആക്റ്റീവ് ആണോ എന്നൊക്കെ തരത്തിലുള്ള ബട്ടണിനെ കുറിച്ച് നമ്മൾ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ഫംഗ്ഷൻസ് ഒക്കെ എഫക്റ്റീവായിട്ട് ചെക്ക് ചെയ്യുന്നവരാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് രണ്ട് തരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും. ഇപ്പോൾ സാഹചര്യത്തിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിന് വളരെ പോസിബിലിറ്റീസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിനാണ് കൂടുതൽ കമ്പനീസ് ആദ്യം പ്രിഫർ ചെയ്യുന്നത്. അപ്പം പലരും ഡൗട്ടാണ് മാനുവൽ ടെസ്റ്റിംഗ് പഠിച്ചുകൊണ്ട് ഒരു ഗുണം ഇല്ല എന്നുള്ളത്. പക്ഷേ അതല്ല സത്യം. കാരണം എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് പ്രോസസ്സിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാനുവൽ ടെസ്റ്റിംഗ് ആണ്. ഇപ്പോൾ സാഹചര്യത്തിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന്റെ ചാൻസ് കൂടി വരികയാണ്. പക്ഷേ പലർക്കും ഡൗട്ടാണ്, എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം, ഏതൊക്കെ ടൂൾസിലുള്ള നോളജ് വേണം, എത്തരത്തിലുള്ള പ്രോജക്ട്സ് ചെയ്യണം, എത്രത്തോളം പ്രാക്ടീസ് വേണം, പിന്നെ പലർക്കും കോഡിങ് എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ഫിയർ ആണ്. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഓട്ടോമേഷൻ ടെസ്റ്റിനുള്ള സിമ്പിൾ ആയിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള റോഡ് മാപ്പിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ റോഡ് മാപ്പ് ഫോളോ ചെയ്ത് ആർക്കും എഫക്റ്റീവായിട്ട് സിമ്പിൾ ആയിട്ട് അടുത്ത 2-3 മാസം കൊണ്ട് നല്ലൊരു ഓട്ടോമേഷൻ ടെസ്റ്ററായിട്ട് ജോബിന് കയറാൻ പറ്റുന്നതാണ്. സോ ഈ വീഡിയോ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് നിങ്ങൾ മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് മാനുവൽ ടെസ്റ്റിംഗ് നോളജ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവൽ ടെസ്റ്റിംഗ് മാൻഡേറ്ററി ആയിട്ട് പഠിക്കണം. കാരണം മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴേ നമ്മളൊരു പ്രോഡക്റ്റിന്റെ ലോജിക്കലായിട്ട് ചിന്തിക്കത്തുള്ളൂ, ഒരു യൂസർ എങ്ങനെ ഇന്ററാക്റ്റീവ് എന്നുള്ളത് പഠിക്കത്തുള്ളൂ. പിന്നെ മാനുവൽ ടെസ്റ്റിംഗിന്റെ കണ്ടിന്യൂഷൻ ആണ് ടെസ്റ്റിംഗ് പ്രോസസ്സിൽ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാനുവൽ ടെസ്റ്റിംഗിന് ബേസിക് ആയിട്ട് നിങ്ങൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് പഠിച്ചിരിക്കണം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് പഠിക്കണം, അജൈൽ ആൻഡ് സ്ക്രം ടെക്നിക്സിനെ കുറിച്ച് പഠിച്ചിരിക്കണം, അജൈൽ ആൻഡ് സ്ക്രമിനെ കുറിച്ച് പഠിച്ചിരിക്കണം, ടെസ്റ്റിംഗ് ടെക്നിക്സിനെ കുറിച്ച് പഠിച്ചിരിക്കണം, ദെൻ ലെവൽസ് ഓഫ് ടെസ്റ്റിംഗ് മെത്തഡോളജിയെ കുറിച്ച് പഠിക്കണം. ഇതിന് ഏകദേശം ഒരു 25 മുതൽ 35 ദിവസം, ഏകദേശം 1 മാസം നമുക്ക് ആവറേജ് കൂട്ടാം. 1 മാസത്തോളം എടുക്കുമായിരിക്കും മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കാനായിട്ട്. പ്രാക്ടിക്കലി മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്ത് പഠിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു 15 ദിവസം 10 മുതൽ 15 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ ഡിഫറെന്റ് ഡൊമൈൻസിലുള്ള പ്രൊജക്ട്സുകളെ കുറിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുക. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയിരുന്നാലും കുഴപ്പമില്ല. പൈത്തൺ ആവാം, ജാവ ആവാം, സി ആവാം, .NET ആവാം. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കും നല്ലതാണ്. ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിന് ജാവ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ജാവ സജസ്റ്റ് ചെയ്യാൻ പ്രധാന കാരണം എന്ന് പറയുന്നത് ജാവ ഫസ്റ്റ് ഓഫ് ഓൾ പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ജാവ ആണ് 80% കമ്പനീസും സോഫ്റ്റ്വെയർ ടെസ്റ്റേഴ്സിന് പ്രിഫർ ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ ജാവ പഠിക്കുമ്പോൾ ജാവയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ജാവയിൽ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടും അല്ലെങ്കിൽ ഡെവലപ്പർ എഞ്ചിനീയറിംഗിനുള്ള അഡ്വാൻസ് കാര്യങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത് ജാവയിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ക്ലാസ്, ഒബ്ജക്ട്സ്, ഡേറ്റ ടൈപ്സ്, ഫംഗ്ഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിഞ്ഞിരുന്നാൽ മതിയാവും. ഓക്കെ, ജാവ പഠിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരിക്കലും വായിച്ച് പഠിക്കരുത്. ഓരോ ടോപ്പിക്കിലുള്ള മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അതായത് ഡേറ്റ ടൈപ്പിലാണെങ്കിലും ഫംഗ്ഷൻസിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും അത് വലിയ പ്രൊജക്ട്സും കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. കുഞ്ഞു ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നാലും മതി. ഇപ്പോൾ പ്രൈം നമ്പേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, ഫിബിനോച്ചി സീരീസ് എങ്ങനെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിച്ചാൽ മതിയാവും. എൻ്റെ ഒരു പേഴ്സണൽ മിനിമം 100 to 200 ക്വസ്റ്റ്യൻസ് ഈ ഒരു ഇതിൽ ചെയ്ത് പഠിക്കുക. ഇതിന് ഡെയിലി 2 hours സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം ഒരു 30 ദിവസം കൊണ്ട് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് തീർക്കാൻ കഴിയും. സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ സെലേനിയം പോലുള്ള ഒരു ഓട്ടോമേഷൻ ടൂൾ പഠിക്കുക എന്നുള്ളതാണ്. സെലീനിയത്തിൻ്റെ അകത്ത് തന്നെ മേവൻ,
JUnit, റോബോട്ട് ഫ്രെയിംവർക്ക് എന്നിവയൊക്കെ വെച്ചിട്ട് നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ക്രോസ് ബ്രൗസർ ടെസ്റ്റിംഗും പഠിക്കുക. സ്ക്രിപ്റ്റ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് പ്രാക്ടീസിനായിട്ട് ഒരുപാട് വെബ്സൈറ്റ്സ് അവൈലബിൾ ആണ്. ആ വെബ്സൈറ്റ്സിലേക്ക് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഡെമോ സൈറ്റ് വെച്ചിട്ട് ആ ഡെമോ സൈറ്റിലെ ഓരോ എലമെന്റ്, അതായത് ലോഗിൻ ബട്ടൺ, യൂസർ നെയിമിന്റെ ടെക്സ്റ്റ് ബോക്സ്, അങ്ങനെ തുടങ്ങി ഓരോ കാര്യങ്ങളും സ്ക്രിപ്റ്റ് എഴുതി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇത് പഠിക്കാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 20 days മാത്രം മതിയാവും. ഡെയിലി ഒരു 2 hours, 1.5 hours to 2 hours മാക്സ് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു 20-25 days കൊണ്ട് നമുക്ക് സെലീനിയം പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഏകദേശം ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഓട്ടോമേഷൻ ടെസ്റ്ററായിട്ട് ഒരു ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് ജോബിന് കയറാൻ പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് അഡ്വാൻസ്ഡ് ഉള്ള കാര്യങ്ങളും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ ഹയർ ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതിനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഒരു മാനേജ്മെന്റ് ടൂൾ, നമ്മളൊരു ടാസ്ക് മാനേജ്മെന്റ് ടൂൾ, ജിറ പോലുള്ള ടൂൾസിനെ കുറിച്ചുള്ള നോളജാണ്. ജിറ പോലുള്ള പ്രൊജക്ട് മാനേജ് ടൂൾ നമ്മളങ്ങനെ ബഗ് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് പഠിക്കുക. ഇത് പഠിക്കാനായിട്ട് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ മതിയായിരിക്കും. എളുപ്പമാണ് ജിറോ എന്നുള്ള പ്രൊജക്ട് മാനേജ് ടൂൾ പഠിക്കാനായിട്ട്. ഇത്രയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തായിട്ട് പഠിക്കേണ്ടത് APIs ആണ്. APIs ടെസ്റ്റിങ്ങിനായിട്ട് നമുക്ക് പോസ്റ്റ്മാൻ എന്ന ടൂളിനെ കുറിച്ച് പഠിക്കാം. എങ്ങനെ APIs റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അതിന് റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ചെയ്യുന്നതൊക്കെ വെച്ച് നമുക്ക് പോസ്റ്റ്മാൻ പഠിക്കാവുന്നതാണ്. ഒരു 1 week ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ്മാൻ പഠിക്കാവുന്നതാണ്. പോസ്റ്റ്മാൻ പഠിക്കാനായിട്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നോളജ് ഒന്നും ആവശ്യമില്ല. 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൊബൈൽ ടെസ്റ്റിംഗ് ആണ്. മൊബൈൽ ടെസ്റ്റിംഗ് അത്രയും മാൻഡേറ്ററി ആയിട്ട് അറിഞ്ഞിരിക്കണമെന്നില്ല, പക്ഷെ അറിഞ്ഞിരുന്നാൽ ബെറ്റർ ആണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ടെസ്റ്റിങ്ങിന് മാത്രമായിട്ട് ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. മൊബൈൽ ടെസ്റ്റിംഗ് പഠിക്കാനായിട്ട് APM എന്ന് പറഞ്ഞ ടൂളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. എലമെന്റ്സ് ലൊക്കേറ്റ് ചെയ്യാനും വിർച്വൽ സിമുലേറ്റർ, എമുലേറ്ററിനൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ API ഇതിന്റെ അടുത്ത് പഠിക്കുക. അത് എക്ലിപ്സ് ആയിട്ട് എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നതും APK എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ APM നമ്മൾ തറാവും. APM എനിക്ക് തോന്നുന്നു 2 ആഴ്ച കൊണ്ട് APM പഠിച്ചെടുക്കാൻ പറ്റും. സോ ഓൺ ആൻ ആവറേജ് ഒരു 4 to 5 months ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓട്ടോമേഷൻ, മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും വിത്ത് പ്രോജക്ട്സ് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു സോഫ്റ്റ്വെയർ ടെസ്റ്ററായിട്ട് ജോബിന് കയറാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് ഒരു മെന്ററിന്റെ സപ്പോർട്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് പഠിക്കണം എന്ന ആഗ്രഹം നിങ്ങൾക്ക് കണക്ട് വിത്ത് 97462123. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ട് വീഡിയോക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ സൈനിങ് ഓഫ്. താങ്ക് യു.